സ്ഥലങ്ങളിൽ നിന്നും പല വീഡിയോസിലൂടെയൊക്കെ അറിയുന്നുണ്ടാകും നീറ്റ് 2025 ഭയങ്കര ടഫായി. അതായത് നീറ്റ് എക്സാം ടഫായിക്കൊണ്ടിരിക്കുകയാണോ അല്ലേ, നിങ്ങൾ നീറ്റിന് ഞാനിനി ട്രൈ ചെയ്യണോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ എൻ്റെ കുട്ടികളുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനൊരു ആൻസറാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നീറ്റിൻ്റെ ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഈ തവണയാണ് ഈ രീതിയിൽ നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിപ്പോയത്. ശരിക്കും പറയുകയാണെങ്കിൽ നീറ്റ് എക്സാം ടഫിനേക്കാൾ കൂടുതൽ കുറച്ച് വൈഡാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ +1-ലും +2-ലും ഉള്ള ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലുള്ള NCERT സിലബസ് കംപ്ലീറ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. അപ്പോൾ ഇതിങ്ങനെ കടൽ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സിലബസാണ്. ആൻഡ് അതിലല്ലാതെ ഇങ്ങനെ ഭയങ്കര ഡെപ്തിലായിട്ട് ഈ തവണത്തെ ഒരു എക്സെപ്ഷണൽ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ബാക്കി നീറ്റ് പൊതുവേ അങ്ങനെ ടഫ് ആകാറില്ല. കുറച്ച് വൈഡായിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. ആൻഡ് പഠിച്ച കാര്യങ്ങൾ അന്നത്തെ ആ ഒരു ദിവസം നമ്മൾക്ക് എങ്ങനെ ഓർമ്മ വരുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ അങ്ങനെ മെമ്മറിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഒരു കാര്യം തന്നെ കുറേ ടൈം എടുത്ത് കുറേ ഡെപ്തിൽ പഠിക്കുകയല്ല വേണ്ടത്. ആ പഠിച്ച കാര്യങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ച കാര്യങ്ങൾ നമ്മൾ എത്രയധികം റിവൈസ് ചെയ്തു, നമ്മൾ എത്രയധികം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, നമ്മൾ എത്രയധികം NCERT വായിക്കുന്നു, ഈ കാര്യങ്ങളെയാണ് നിങ്ങളുടെ നീറ്റ് എക്സാം ടഫാക്കുന്നതും അതേപോലെ തന്നെ ഈസി ആക്കുന്നതും. പക്ഷേ ഈ തവണത്തെ നീറ്റ് എക്സാം നീറ്റ് 2025 പറയുകയാണെങ്കിൽ കുറച്ചധികം ടഫായിരുന്നു. സാധാരണ നമ്മൾ നീറ്റ് ആൻഡ് JEE എക്സാമിനെയാണ് കമ്പയർ ചെയ്യുക. അങ്ങനെ നീറ്റിനെയും JEEനെയും കമ്പയർ ചെയ്യുമ്പം JEE എക്സാമാണ് പൊതുവേ ടഫായിട്ട് പറയുക. നീറ്റിന് അങ്ങനെ ആരും ടഫായിട്ട് പറഞ്ഞിരുന്നില്ല, കുറച്ചധികം പഠിക്കാനുണ്ടെന്നേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഈ തവണത്തെ നമ്മളുടെ നീറ്റ് 2025 നോക്കിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ എക്സാം നോക്കിക്കഴിഞ്ഞാൽ പല ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് JEEനേക്കാൾ ടഫായിട്ടുള്ള, അതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന രീതിയിലായിരുന്നു ഈ തവണത്തെ നീറ്റ് എക്സാം. അതിനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറി. ആൻഡ് ചോദിക്കില്ല എന്ന് നമ്മൾ കരുതിയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതിയിട്ടുള്ള പല ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നു. ആൻഡ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബയോളജിയിലൊക്കെ ഉണ്ടായിരുന്നത്. ആൻഡ് ഫിസിക്സിലൊക്കെ ക്വസ്റ്റ്യൻസ് പറയാനാണെങ്കിൽ വേറെ ലെവൽ രീതിയിലുള്ള ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം ഈ തവണത്തെ ഒരു നീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവേ നീറ്റ് എക്സാം ടഫ് ആവാറില്ല. നിങ്ങളിനിയിപ്പം +1-ൽ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെങ്കിൽ ഒരിക്കലും ഈ ഒരു മുൻധാരണയോട് കൂടി നിങ്ങൾ പോകരുത്. അതായത് നീറ്റ് ടഫാണ്, പഠിച്ചാൽ കിട്ടില്ല, ആ ഒരു മുൻധാരണ വെച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ജേർണി കുറച്ച് ടഫായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടും, നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കും, അങ്ങനെ നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളെ മൈൻഡ് സെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീറ്റ് ടഫാണ് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ഇത്തവണ ഇങ്ങനൊരു പ്രശ്നം വന്നതുകൊണ്ടാണ്. അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എഴുതുമ്പോഴേക്ക് 2027 ഒക്കെ ആവും. അപ്പോഴതിനുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ഒരു കോച്ചിങ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് നല്ല രീതിയിൽ പോകണം, അധികം സ്ട്രെസ്സൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കണം എന്ന് എൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ പൃഥ്വി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മുടെ പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്യും. ലൈവ് ക്ലാസ്സും നോട്ട്സും അതുപോലെ തന്നെ നമ്മളുടെ വർക്ക്ഷീറ്റും കാര്യങ്ങളും എല്ലാം. അതിനുശേഷം നീറ്റിൻ്റെ ക്ലാസ് ഉണ്ടാകും. നീറ്റിൻ്റെ ക്ലാസ്സിലും ഈ പറഞ്ഞ രീതിയിൽ ക്ലാസ് കഴിയുന്നു, വർക്ക്ഷീറ്റ് എടുക്കുന്നു, PYQs ചെയ്യുന്നു, നിങ്ങൾ എക്സാംസ് എടുക്കുന്നു. ഓക്കെ, ആ രീതിയിൽ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ മക്കളെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ പൃഥ്വി ബാച്ചിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ.